ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുത്തേ ട്രാവലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് നേപ്പാളിലെ ബീർഗഞ്ച് എന്ന സ്ഥലത്താണുള്ളത്. ഇപ്പോൾ രാവിലെ അങ്ങോട്ട് കാഠ്മണ്ഡു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രിപ്പ് വണ്ടിയൊക്കെ കിടക്കുന്ന സ്റ്റാൻഡിലേക്ക് പോവാം. ബസ്സുകൾ ഒരുപാടുണ്ട്. ബസ്സുകളെല്ലാം പക്ഷേ വൈകുന്നേരം പോയിട്ട് വെളുപ്പിനെ കാഠ്മണ്ഡുവിൽ എത്തുന്ന പോലെ. പക്ഷേ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്ഥലങ്ങളൊന്നും കാണാൻ വയ്യാത്തതുകൊണ്ട് ബസ്സിന് പോയില്ല. അപ്പോൾ ഇവിടെ ട്രിപ്പ് വണ്ടിക്കല്ല, ഇവിടെ ഇങ്ങനെ ഏജൻറ്റുമാരാണ്. അവർ ഇവിടെ നമ്മൾ പൈസ അടച്ചിട്ട് അവർ സ്ലിപ്പ് തരും. ഇവിടുന്ന് അവർ തന്നെ അവരുടെ ഉത്തരവാദിത്തത്തിൽ വണ്ടിയെ കയറ്റി വിടുക. വണ്ടിക്കാരുടെ ഈ പൈസ ഒന്നും കൊടുക്കണ്ട, ഇവിടെ കൊടുത്താൽ മതി. സുമോയ്ക്ക് ഒരാൾക്ക് ഇന്ത്യൻ മണി 530 രൂപ, നേപ്പാൾ മണി 850 രൂപ, 2550 രൂപ 3 പേർക്ക് ഇവിടുത്തെ പൈസ. ആ ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാണ് നമുക്ക് പോകേണ്ട വണ്ടി. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ കാഠ്മണ്ഡുവിലേക്ക് യാത്ര തുടങ്ങി. ഈ സുമോ ഒന്നും തന്നെ AC ഒന്നും ഉള്ള വണ്ടിയല്ല, എല്ലാം ഗ്ലാസ് കാത്ത് വെച്ചാൽ ഓടുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടിക്കകത്ത് ഭയങ്കര സൗണ്ടാണ്. അതുകൊണ്ട് സൗണ്ട് ഇച്ചിരി പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. പൊഖ്ര കാഠ്മണ്ഡു. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ലോറികളൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഇതൊരു നാഷണൽ പാർക്കാണ്, വനമാണ് ഇവിടുത്തെ. വനമാണ്. പർസാൻ നാഷണൽ പാർക്കാണ് ഇത്. ഇതുവരെ 4 ലൈനൊക്കെ ആയിരുന്നു. 4 ലൈനൊക്കെ കഴിഞ്ഞു, ഡബിൾ ലൈനായി. പുലിയൊക്കെ ഉള്ള വനമാണ് കേട്ടോ. നമ്മുടെ അവിടുത്തെ പോലെയൊക്കെ തന്നെ പുലി ആനയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നദിയിലെല്ലാം പറ്റി വരണ്ട് കിടക്കുക, വെള്ളമൊന്നുമില്ല. മലകളൊക്കെ കാണാൻ തുടങ്ങി. എനിക്ക് മല കയറിയാ പോകണ്ടെന്ന് തോന്നുന്നു. കയറ്റം കയറി തുടങ്ങുക. ഒരു വണ്ടി മറിഞ്ഞ് കുഴി കിടക്കുന്ന അതൊക്കെ ഒരു വണ്ടി കിടക്കുന്നുണ്ടോ? അതെ അതെ, മൊത്തം മലകളാ, ഓരോരോ മലകളാ. അതും തൂക്കായിട്ടുള്ള മലകളാ. ഇത് ഗെറ്റൗഡ എന്ന് പറഞ്ഞ ഒരു സ്ഥലമായത്. നമ്മൾ ആ ഒരു മല കയറി വന്ന വനമൊക്കെ കഴിഞ്ഞ് കയറി വന്നു. പക്ഷെ വനം ഉള്ളിലേക്ക് വനമാണെന്ന് തോന്നുന്നു. നമ്മൾ നിന്ന സ്ഥലം ശരിക്കും ഒരു ബീഹാറിൻ്റെ ഒരു ലുക്കായിരുന്നു ആൾക്കാർക്കും എല്ലാവർക്കും. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇച്ചിരി വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ നല്ല രസമുണ്ടല്ലോ ഈ മരങ്ങൾ വെച്ചേക്കുന്നത്. ഇവിടെ നല്ല ഒരു ഇതുണ്ട്. റിക്ഷ ഓടിക്കുന്ന മൊത്തം കണ്ടോ? പെണ്ണുങ്ങളുണ്ടോ? ഒത്തിരി പേര് കേട്ടോ. ഇന്നലെ ഒരാളെ കണ്ടായിരുന്നു. അവിടുത്തേക്കാട്ട് ഇച്ചിരി വൃത്തിയുള്ള സ്ഥലമാണ്, നല്ല നീറ്റാ. വലിയ നദി കേട്ടോ. ഈ നദി വെള്ളം വരുന്നത് എനിക്ക് തോന്നുന്നു ഈ മലയിൽ ഐസ് ഉരുകുമ്പോഴായിരിക്കും കൂടുതൽ വെള്ളം വരുന്നതെന്ന് തോന്നുന്നു. പക്ഷേ നല്ല വെള്ളം കേട്ടോ. ഇപ്പം വെള്ളമുണ്ട് ഇഷ്ടംപോലെ. ബുദ്ധ പാർക്ക് കേട്ടോ. ചെമ്പുപാത്രങ്ങളൊക്കെ ഇരിക്കുന്ന കണ്ടോ? നമ്മുടെ അവിടെ എങ്ങും കാണാനില്ല ഇപ്പൊ അങ്ങനെ. ആ മലകളിലെല്ലാം വീടുകളുണ്ട് കേട്ടോ. കാശ്മീർ പോയപ്പോഴും നമ്മൾ കണ്ടില്ല, അതേപോലെ തന്നെയാണ്. അതൊരു കേബിൾ കാറാണെന്ന് തോന്നുന്നു കേട്ടോ. ആ മലയുടെ മുകളിലേക്ക് പോകുന്നുണ്ട്. അതല്ല കേട്ടോ, അതൊരു റോപ്പ് വേ. അത് അങ്ങോട്ടുള്ള സാധനങ്ങളൊക്കെ ആ മലയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഇഷ്ടംപോലെ റോപ്പ് വേകളുണ്ട് കേട്ടോ. ആ 2 മലകളെ തമ്മിൽ ബന്ധിച്ചിട്ടുള്ള ഒരു റോപ്പ് വേ അത്. ഇരുമ്പ് പാലങ്ങൾ ഒരുപാടുണ്ട്. അത് ഒരു വണ്ടിയെ പാസ്സാകത്തുള്ളൂ. അതൊക്കെ ഒത്തിരി പഴക്കമുള്ള പാലങ്ങളാണ്.
അതുപോലെ വഴിക്ക് വീതിയും ചില സ്ഥലങ്ങളിലൊക്കെ 2 വണ്ടി പാസ്സാകാൻ ബുദ്ധിമുട്ടാണ്. ചിലയിടത്തൊക്കെ 2 വണ്ടി പോകും, ബാക്കിയുള്ളിടത്തൊക്കെ ഒരു വണ്ടി പോകാനുള്ള വീതിയുള്ളൂ. ബീർഗഞ്ചിൽ നിന്ന് നമ്മൾ കാഠ്മണ്ഡുവിന് ബസ്സിന് പോവുകയാണെങ്കിൽ ഏകദേശം 300 കിലോമീറ്റർ മുകളിലുണ്ട്. അതേസമയം സുമോയ്ക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഹിൽസിൽ കൂടെയാണ്. അതൊരു 135 കിലോമീറ്ററിൽ കാഠ്മണ്ഡു ചെല്ലും. ഈ വഴിയെല്ലാം വഴികളൊക്കെ മോശമാണെന്ന് പറഞ്ഞാലും ഒരുപാട് ഗ്രാമപ്രദേശങ്ങളുണ്ട്, ആൾക്കാർ താമസമുണ്ട്. മലമ്പ്രദേശത്തൊക്കെ ആൾക്കാർ താമസമുണ്ട്. അതുപോലെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളും തട്ടുതട്ടായിട്ട് സ്ഥലങ്ങൾ തിരിച്ച് കൃഷി ചെയ്യുന്നിടവും ഒക്കെ ഉണ്ട്. ഒത്തിരി ഗ്രാമങ്ങളുണ്ട്. പിന്നെ പഴയ രീതിക്കുള്ള പഴയ മോഡൽ വീടുകളും. അതെ. നേപ്പാളിലെ കുന്നും മലകളും പാറക്കെട്ടുകളും ഒക്കെ നിറഞ്ഞൊരു ഗ്രാമപ്രദേശത്തൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് കേട്ടോ. സുമോ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. വീതി കുറഞ്ഞ വഴിയാണ്. നമ്മുടെ ഹൈ റേഞ്ചിലെ വഴി പോലെ കയറ്റവും ഇറക്കവും വഴികളൊക്കെ വളരെ മോശവും ആറ്റിക്കൂടെയും ഒക്കെ പോകുന്നത്. ചിലയിടത്ത് 2 വണ്ടി തന്നെ പാസ്സാകാനുള്ള വീതിയില്ല. പൊട്ടിപ്പൊളിഞ്ഞ വഴികളും എനിക്ക് തോന്നുന്ന ഒരു 40-50% വഴികളും വളരെ മോശമാണ്. പൊടിമണ്ണും എല്ലാം ആയിട്ട് ആകെപ്പാടെ ഒരു പരുവാണ് നമ്മളവിടെ ചെല്ലുമ്പോഴത്തേനും. വഴി മോശമാണെന്ന് പറഞ്ഞപ്പോഴേ ഇതുപോലെ മോശമാണെന്ന് ഓർത്തില്ല. ആ അതെ അതെ, ആ ബസ്സൊക്കെ അല്ലേ ഇതിലേ വരുന്നതല്ലേ. ഇപ്പം നദിയിൽ കൂടെ പോകുന്നത് കണ്ടില്ലേ. അതൊരു തൂക്കുപാലമാണ് ആ കാണുന്നത്. അതേ കൂടെ ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. ആ തൂക്കുപാലത്തിന് എന്നാ ഹൈറ്റാ അല്ലേ. ഈ വഴികളിലെല്ലാം ഇരുമ്പ് പാലങ്ങളും അതുപോലെ ഇരുമ്പ് തൂക്കുപാലങ്ങളും, മലകളെ തമ്മിൽ ബന്ധിച്ച് ആൾക്കാർക്ക് നടന്നു പോകാനുള്ള തൂക്കുപാലങ്ങളും ഒരുപാടുണ്ട്. ഒരുവിധം പാലങ്ങളെല്ലാം തന്നെ ഇരുമ്പ് പാലങ്ങളാണ് താനും. അതുപോലെ ഓരോ മലകളും കയറി ഇറങ്ങി തന്നെയാണ് പോകുന്നത്. ഭയങ്കര കുത്തുകയറ്റങ്ങളാണ് കുറേ ദൂരം. അത് കഴിയുമ്പോൾ കുറേ ദൂരം ഇറക്കം ഇറങ്ങും, വീണ്ടും അടുത്ത മല കയറും. അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കഴിക്കാൻ നിർത്തിയത് ഇത് എന്നാ കഴിക്കും, ഇതെന്നാ സാധനം? അത് ഫ്രൈഡ് റൈസ് ആണെന്ന് തോന്നുന്നു. ഇതെന്നാ സാധനമാണ് തിരികെ പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? അത് എന്നാന്ന് ചോദിക്കണം. കടല പൊഴിഞ്ഞത്. ഇതെന്നാന്ന് ചോദിക്കാൻ ഉള്ളതെന്ന് നോക്കിയാൽ ഫ്രൈഡ് റൈസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് പരിചയമുള്ള അതേ ഉള്ളൂ. നമ്മൾ കഴിക്കാൻ കയറിയ ഹോട്ടലിൻ്റെ ബാക്കിൽ നിന്നുള്ള വ്യൂവാണ്. താഴേക്കൊന്നും കാണത്തില്ല, അതുപോലെ കുഴിയാണ്. റോഡൊക്കെ കാണാം. നമ്മളേക്കാളും റൈസ് താലി പറഞ്ഞു. ഏതാണ്ട് ഇത് ചീരയോ പാലൊക്കെ ഏതാണ്ടാന്ന് തോന്നേ. പിന്നെ ഏതാണ്ടൊക്കെ കുറേ സാധനമുണ്ട്. എന്നാണ് കിഴങ്ങോ തക്കാളിയോ ഏതാണ്ടൊക്കെ. കിഴങ്ങും അത് ഇതുണ്ട്, പട്ടാണിയൊക്കെ ഉണ്ട്. തക്കാളി ഉണ്ട്. ഇത് ഏതാണ്ട് ചാറാട്ടോ കേട്ടോ. അത് പരിപ്പായിരിക്കും. ഇതിനെന്താ നൂഡിൽസ്, ചൗമീൻ. വേറൊരു സാധനമൊക്കെ പറഞ്ഞില്ലായിരുന്നു നിങ്ങൾ? പിന്നെ കേൽ റൊട്ടിയോ വരുന്നുള്ളൂ. ഇരിക്കുകയെന്ന് പറഞ്ഞില്ലേ. ആ കയറി അത്രയും കയറ്റം താഴോട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ അടുത്ത മല കയറാൻ പോകും. അതുകൊണ്ടോ വഴി കിടക്കുന്നത്. ആ നേരെ കാണുന്നില്ല. അത് ഡാമാ. പക്ഷെ ആ തുറന്നു വിടുന്നതുകൊണ്ട് ഇപ്പറയെല്ലാം ചുമ്മാ കല്ല് പെറുക്കി എടുത്ത് അടുക്കി വെച്ചേക്കുന്ന പോലെ ഉള്ളു. അതൊരു ഡാമോ എന്നാ പൊക്കത്തിലാന്ന് നോക്കിയേ. ഡാമിൽ നിന്ന് തുറന്നു വിടുന്ന അടിയിൽ കൂടെ കേട്ടോ. വീണ്ടും അടുത്ത മല കയറാൻ തുടങ്ങി. ഡാമിലെ വെള്ളം കെട്ടിക്കിടക്കുന്നതാണെന്ന് തോന്നുന്നു. കയറി വന്നപ്പോൾ ഒരു ഡാം കണ്ടായിരുന്നു. അപ്പോൾ ആ മലയുടെ മുകളിലെത്തി നമ്മൾ.
കുറച്ച് ദൂരമേ വളവും തിരിവും മലയായിരുന്നേലും നല്ല വഴിയായിരുന്നു. ഇതിപ്പോൾ ഭയങ്കര മോശം. വീണ്ടും മോശം വഴിയിലെത്തി. മലമണ്ടയിലാണെങ്കിലും അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. സ്കൂളും പിന്നെ ഹോസ്പിറ്റലും ഒക്കെ ഉണ്ട് ചെറിയ ചെറിയ. വീണ്ടും ദുർഘടം പിടിച്ച പാതയിലൂടെയായി. ഒരു സൈഡ് നോക്കെത്താത്തത്ര ഉയരത്തിലുള്ള മലയും ഒരു സൈഡ് അഗാധമായ കൊക്കയാണ് ഇപ്പം നമ്മൾ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന വഴി. ഇത് കിലോമീറ്ററുകളുണ്ടെന്ന് തോന്നുന്നു താഴേക്ക്. ഈ വഴി താഴെ ഇറങ്ങി ചെല്ലുന്നത് കാഠ്മണ്ഡുവാണ്. ഭയങ്കരമായിട്ട് പേടി തോന്നും. എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ഡ്രൈവർ വലിയ കുഴപ്പമില്ലാതെ വളരെ ശ്രദ്ധിച്ച് ഓടിക്കുന്ന ഒരുത്തനായതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കാം. ഒന്നാമത് ഇതെല്ലാം പഴയ വണ്ടികൾ. ഇതിലെ ഈ ഇറക്കം ഇറങ്ങി ചവിട്ടി പിടിച്ചൊക്കെ പോകുമ്പം എന്തേലും ഒരു ഇത് പറ്റിയിട്ടുണ്ടെങ്കിൽ ശകലം മാറിയിട്ടുണ്ടെങ്കിൽ പോകും, പിന്നെ ഒന്നും കിട്ടത്തില്ല. അതുപോലെ ഒരു വഴി കൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരുപാട് മലകൾ കയറി ഇറങ്ങി ഒരുപാട് ഉയരത്തിൽ ചെന്നിട്ട് ഭയങ്കര ഒരു ഇറക്കം ഇറങ്ങി കാഠ്മണ്ഡു താഴ്വരയിലെത്തി. അപ്പം നമ്മൾ 6-6.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം കാഠ്മണ്ഡുവിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു പൊടിയും പുകയൊക്കെ അല്ലേ? അതെ അതെ. അങ്ങനെ നമ്മൾ കാഠ്മണ്ഡുവിലെത്തി. പൊട്ടിക്കട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം കൂടെ അങ്ങ് മുന്നോട്ട് പോകണം ഇറങ്ങേണ്ട അടുത്ത്. അവിടെ ഇറങ്ങിയിട്ട് വേണം നമുക്ക് എവിടെയെങ്കിലും ഒരു റൂം എടുത്തുനിന്ന് സ്റ്റേ ചെയ്യണം. ഇതായിരുന്നു നമ്മളെ വന്ന വണ്ടി. അയ്യോ, വഴി മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം വഴിയായിരുന്നു. ഇതെല്ലാം കാഠ്മണ്ഡു ടൗണിൻ്റെ ഭാഗങ്ങളാണ്. ഭയങ്കര ട്രാഫിക്കാണ്. അത് കാഠ്മണ്ഡു ടൗണിൽ കൂടെ അല്ലേ? നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇവിടെ ഉണ്ട് കാഠ്മണ്ഡുവിൽ. പുള്ളി നമ്മളിപ്പോൾ വണ്ടി വരുന്നിടത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ അങ്ങനെ കാഠ്മണ്ഡുവിലെത്തി. ഓഫ് റോഡ് യാത്രയ്ക്കൊടുവിൽ. അയ്യോ, ഇതൊരു വല്ലാത്ത യാത്ര തന്നെയായിരുന്നു. ചായ നമ്മുടെ ബാഗെല്ലാം കൂടെ അതിൻ്റെ മുകളിൽ കെട്ടി വെച്ചേക്കാം. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി ചായ ഇരിപ്പുണ്ട്, പുറയിൽ നിൽപ്പുണ്ട്. എന്നാണേലും ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു യാത്ര തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ഈ നിൽക്കുന്നത് ഇനി നമ്മൾ ബീർഗഞ്ചിൽ നിന്നാണ് വന്നത്. ബീർഗഞ്ചിൽ നിന്ന് കാഠ്മണ്ഡുവിന് വരുന്ന ട്രിപ്പ് വെക്കുന്ന സുമോകളാണ് ഇത് മൊത്തം. കുറേ വണ്ടികളുണ്ട്. ഇത് സുമോയുടെ സ്റ്റാൻഡാണ് ഇവിടെ. ഈ സുമോ പോകുന്ന വഴിക്കല്ല ബസ് വരുന്നത്. ഇത് ഓഫ് റോഡാണ് വരുന്നത് മൊത്തം. വളരെ മോശം വഴിയും ഭയങ്കര കുത്തിറക്കവും ഭയങ്കര കയറ്റവും വീതിയില്ലാത്തതും. ഒയ്യോ, പറയാൻ പറ്റുന്നത് ഇതുപോലെ കണ്ടിട്ടില്ല. കയറ്റവും ഇറക്കവും പേടിയാവും ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ ഡ്രൈവർ കണ്ടാലൊരു കടുംപട്ടൊക്കെ ആയിരുന്നെങ്കിലും നല്ല മര്യാദക്കാരനായിരുന്നു. വണ്ടി ഓടിക്കുന്ന കാര്യത്തിൽ ചോദിച്ചാൽ മിണ്ടത്തൊന്നുമില്ല, ഒന്നും സംസാരിക്കൊന്നുമില്ല.
പക്ഷേ വളരെ ശ്രദ്ധിച്ച് പതുക്കെയൊക്കെ ഇറക്കമൊക്കെ അല്ലെങ്കിൽ നമുക്ക് പേടിയാകും ഓരോരുത്തന്മാർ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ. ആണെങ്കിലും ഒരു പ്രത്യേക അനുഭവമായിരുന്നു. ബീർഗഞ്ചിന് നമ്മൾ പോകുന്നപ്പോൾ കുറേ ലെവൽ റോഡായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഹിൽസ് തുടങ്ങി കുറേ കുന്നുകൾ കയറി ഇറങ്ങി വന്നിട്ട് ലാസ്റ്റ് ഒരു ഭയങ്കര കുന്ന് കയറിയിട്ട് നമ്മൾ കാഠ്മണ്ഡുവിലേക്ക് വരുന്ന ഒരു ഭയങ്കര ഹിൽസ് ഇറങ്ങിയാണ് വരുന്നത്. എനിക്ക് ഏറ്റവും പേടി തോന്നിയത് അവിടെയാണ്. അത്രയ്ക്ക് ഒരു ഇറക്കമായിരുന്നു താഴോട്ട്, ഭയങ്കര കൊക്കയായിരുന്നു. മലയൊന്നും ഇതൊന്നും അല്ല പറയണ്ടേ, കൊടുമുടി എന്ന് പറയുന്നത് ഇതാ. ശരിക്കും കൊടുമുടി എന്ന് പറഞ്ഞാൽ തൂക്ക് മല. അതായത് എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിൻ്റെ ഉയരം. അത് എത്ര എണ്ണോ എല്ലാം ഇങ്ങനെ പിരമിഡ് പോലെ ഇങ്ങനെ ഓരോന്ന്. അല്ല അതുകൊണ്ടാണ് പറയുന്നത് ലോകത്തിലെ 10 ഏറ്റവും വലിയ കൊടുമുടികളിൽ 8 എണ്ണവും നേപ്പാളിലാണ് ഉള്ളത്. അപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന്. അത്രയും ഹൈറ്റിലാണ് കൊടുമുടികൾ നിൽക്കുന്നത്. ഞാൻ വിചാരിച്ച നേപ്പാളിൽ ഒന്നുമല്ല. അവിടെ ഇവിടെയൊക്കെ കണ്ടിരിക്കുന്നത് നല്ല അടിപൊളി ഇങ്ങനെ തട്ടുകെട്ടുകളായിട്ടുള്ള ബിൽഡിങ്ങുകളും നല്ല കാഴ്ചകളും ഒക്കെ ആയിട്ട് അടിപൊളി. കാഠ്മണ്ഡു ഒക്കെ ഞാൻ വിചാരിച്ച ഫുള്ള് കളറായിരിക്കും എന്ന് വിചാരിച്ചത്. ഇതെന്തോ ചുമ്മാ അവിടെ പൊടിയും പോകാൻ കാരണം ഒന്നും കാണാൻ പറ്റും. അതെനിക്ക് തോന്നുന്നത് എന്നാന്നറിയോ, ഇത് വേനൽ സമയമായിരിക്കും ഇവിടുത്തെ. ചിലപ്പോൾ അതുകൊണ്ടാവാം. ഇവിടുത്തെ നല്ല ഫോട്ടോകളെല്ലാം മഴക്കാലത്തൊക്കെ എടുത്തായിരിക്കും. 2 മലകളെ ബന്ധിച്ചിട്ടേ എത്ര തൂക്കുപാലങ്ങൾ നമ്മൾ കണ്ടല്ലേ. നമ്മുടെ ഇവിടെ നിന്ന് അന്യം നിന്ന് പോയൊരു സംഭവം. അതെ ഇതൊക്കെ കാണുമ്പോഴേ ശരിക്കും നമ്മുടെ ഇവിടെ പണ്ടുണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ തന്നെയല്ലേ ഇവരും ജീവിക്കുന്നത്. നമ്മൾ ജീവിച്ചതിന്റെ ഒത്തിരി വർഷം മുമ്പായി. 90-കളിലൊക്കെ നമ്മുടെ ഇവിടെ മലകളിലൊക്കെ ഇതുപോലത്തെ ചെറിയ വീടുകളൊക്കെ അല്ലായിരുന്നോ. എൻ്റെ ഓർമ്മയിലുള്ള തൂക്കുപാലം എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിലെ കോരത്തോട്ടിലുള്ള അഴുതയാറിന് കുറുകെയുള്ള ഒരു തൂക്കുപാല. അതേ കൂടെ ചെറുപ്പത്തിലൊക്കെ പോകുമ്പോൾ പേടിയാവുമായിരുന്നു, കുലുങ്ങും, നല്ലതായിട്ട് കുലുങ്ങും അതേ കയറുമ്പോഴത്തേനും. അതിപ്പം മാറി പാലമായിരുന്നു. അതെ, ഇവിടെ വന്നപ്പോഴാണ് പിന്നൊരു തൂക്കുപാലം കാണുന്നത്. നമ്മളെക്കാട്ടിലൊരു 50 വർഷം പുറകിലാണ് ഇവർ താമസിക്കുന്നത്, ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളത്രയും മുൻപോട്ട് പോയി. അതെ. അപ്പോൾ നമ്മുടെ നേപ്പാൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ വ്ളോഗ് കാണുന്ന ഒരു ചേട്ടൻ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചു. മലയാളിയാണ് അദ്ദേഹം. നമ്മൾ കാഠ്മണ്ഡുവിൽ എത്തുമ്പം കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അദ്ദേഹം മെസ്സഞ്ചറിലെ നമ്പറൊക്കെ മെസ്സേജ് ചെയ്തായിരുന്നു. അപ്പം 2 ദിവസമായിട്ട് ഞങ്ങൾ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഭാസ്കരൻ എന്നാണ്. അദ്ദേഹം പയ്യന്നൂരുകാരനാണ്. 40 വർഷമായിട്ട് അദ്ദേഹം ഇവിടെ കാഠ്മണ്ഡുവിലാണ് താമസിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്ത് ഞങ്ങളിവിടെ നിൽക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ടൊരു മലയാളിയെ കാഠ്മണ്ഡുവിൽ വന്ന് കാണുകയല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിൽ ഇങ്ങനെ നിൽക്കുക. അതെ, മലയാളി ശബ്ദം. ഉടനെ വരും. 10 മിനിറ്റ് വരാമെന്ന് പറഞ്ഞേക്കുന്നത്. കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് എടുത്തോളൂ. ഇത് നല്ല വണ്ടിയാണ് പോലീസിൻ്റെ അല്ലേ, അവിടെ കണ്ട പോലല്ല. അപ്പോൾ നമ്മുടെ ആളെത്തി കേട്ടോ. എത്തി. അപ്പം ഭാസ്കരൻ ചേട്ടൻ. അപ്പം നമുക്കിനിയും ബാക്കിയൊക്കെ നമുക്ക് വിശേഷങ്ങൾ അങ്ങോട്ട് പോയിട്ട് പോവാം. ഓക്കെ. അങ്ങനെ കാഠ്മണ്ഡുവിൽ വന്നൊരു മലയാളിയെ കണ്ടു കിട്ടി. മലയാളിയാണ്. അതെ. നമ്മൾ കുട്ടിമാമനെയൊക്കെ കണ്ടുമുട്ടി. ഇനി നമ്മൾ റൂമിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങളിവിടെ വന്നൊരു റൂമൊക്കെ എടുത്ത് കുളിച്ച് ഫ്രഷായി ഇപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ്. അപ്പം നമ്മുടെ കുട്ടിമാമൻ ഞങ്ങളെ ഇവിടെ ഒരു ഹോട്ടലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടുത്തെ സ്പെഷ്യൽ ഒരു ഹോട്ടലാണെന്ന് പറഞ്ഞത്. തക്കാളി തക്കാളി അത് ഇവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി ആണെന്ന് പറഞ്ഞേട്ടോ. തക്കാളി എന്നുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഇവിടുത്തെ. അവരുടെ ഫുഡാണ്, അവരുടെ സ്പെഷ്യൽ ഫുഡാണ്. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. ഈ കുട്ടിമാമൻ എന്ന് പറഞ്ഞ പതുക്കെ പറഞ്ഞേ അല്ലേ, അപ്പൊ എന്നാ കഴിക്കാം. അടിപൊളി റെസ്റ്റോറന്റ് കേട്ടോ. അപ്പം നമ്മളെ ഒരു ഇവിടെ ഏതൊക്കെയായാലും കാഠ്മണ്ഡു വന്നതല്ലേ, അപ്പോൾ ഒരു സ്പെഷ്യൽ നേപ്പാളി ബിയർ ഒന്ന് കഴിച്ചു നോക്കാന്നുകൊണ്ടാ. അത് കാണാനുള്ള രസം കൊണ്ടാട്ടോ, കാണിക്കാൻ വേണ്ടി ടൈപ്പ് അല്ല, ഞങ്ങൾ ബിയറൊന്നും കഴിക്കുന്ന ആൾക്കാരല്ല കേട്ടോ. ഇതിപ്പോ കോ ഡ്രൈവർ ഇത് കണ്ടപ്പോ തൊട്ട് ബിയർ പറഞ്ഞ് നിൽക്കുക. അപ്പൊ ഇത് പല സൈസ് ഉണ്ട്, 3, 5 ടൈപ്പ് ഉണ്ട്. അതിൽ ഏറ്റവും കുറഞ്ഞതാണ്, കട്ടി കുറഞ്ഞ സാധനമാണ് നമ്മളിപ്പം മേടിച്ചത്, 1/2 ലിറ്റർ. ഈ ഹോട്ടലിൽ കയറിയപ്പോഴാണ് നേപ്പാളി വന്നതിന്റെ ഒരു തോന്നിയല്ലേ ഫീല് വന്നത്. ഇത്ര നേരം കണ്ടതല്ല, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ കണ്ടില്ല. നമ്മുടെ അവിടെ ഒരു കടയിൽ ഒരു ബാറിലോ ചെന്ന് പെൺപിള്ളേർക്ക് കയറാൻ പറ്റത്തില്ലോ. ഇതിപ്പോ ഫാമിലി ആയിട്ട് എല്ലാവരോടും വന്നിരുന്ന കഴിക്കുന്നത്. ഇവിടെ ഏത് പെട്ടിക്കടയിലും ഉണ്ട് സാധനം. പെണ്ണുങ്ങൾ നല്ലപോലെ മദ്യം ഉപയോഗിക്കുകയും ചെയ്യും. എല്ലാവരും കൂടെ കഴിക്കുന്നിരുന്നു. അതെ. നമ്മുടെ ഫുഡ് എത്തി കേട്ടോ. 4 ഐറ്റമാണ് പറഞ്ഞത്. 4 അല്ല 3 ഐറ്റം. 2 ചിക്കൻ ചോറാട്ടോ എല്ലാം, പിന്നെ 1 മട്ടൻ,
ഒന്ന് ഫിഷ്. എല്ലാം എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്യാം. കുറേ കറികളൊക്കെ ഉണ്ട്. ഇത് പിന്നെ തൈര്, പിന്നെ ഇത് അച്ചാർ, ഇത് റാഡിഷിൻ്റെ അച്ചാർ, സവാള, ഇത് എന്തോ വെജിറ്റബിൾസ്, ഇത് ആലു, ഇത് ഫിഷ്, ഇത് ചിക്കൻ, ചേട്ടാടെ മട്ടൻ, അതും ചിക്കൻ. എനിക്ക് മട്ടനാണ് ഞാൻ പറഞ്ഞത്. ആണോ? ഇത് ഉഴുന്ന് പരിപ്പാന്ന് ചേട്ടാ. ഇത് ഉഴുന്ന് പരിപ്പാന്ന്. നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ കയറിയ റെസ്റ്റോറൻറ്റിൻ്റെ പേര് മന്ത്ര തക്കാളി റെസ്റ്റോറൻ്റ് എന്നാണ്. അപ്പം ഈ തക്കാളി എന്നുള്ളത് ഇവിടുത്തെ ഒരു കമ്മ്യൂണിറ്റിയാണെന്നാണ് പറഞ്ഞത്. മലമുകളിൽ താമസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അവരുടെ ട്രഡീഷണൽ ഡ്രസ്സാണിത്. നല്ല അടിപൊളി ഡ്രസ്സാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇവർ നമ്മൾ പിന്നെ എവറസ്റ്റൊക്കെ കയറുമ്പം ശേർഷകളെ ഉപയോഗിക്കുമെന്ന് പറയല്ലേ, എവറസ്റ്റൊക്കെ കയറുന്നവർക്ക് സഹായികളായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് ഈ തക്കാളി എന്ന വിഭാഗത്തിൽപ്പെട്ടവരെന്നാണ് പറഞ്ഞത്. എന്തായാലും നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിലെത്തി. ഇനിയിപ്പോൾ നാളെ നമുക്ക് കാഠ്മണ്ഡുവിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം.